Question number 6. The purpose of this email is to. ഈ ഒരു ഇമെയിലിന്റെ പർപ്പസ്, ഉദ്ദേശം എന്ന് പറയുന്നത്, ആ ഉദ്ദേശം എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? We have to go to the extract and we are doing this. So, we are doing the same, sorry. To all staff, subject, advisory email, safe use of opioids. In August, an alert was issued on the safe use of opioids in hospitals. In August മാസത്തിൽ ഈ ഓപ്പിയോയിഡ്സിന്റെ സേഫ് യൂസിനെ പറ്റി ഒരു അലേർട്ട് അവർ ഇഷ്യൂ ചെയ്തിരുന്നു. This reported the incidence of respiratory depression among post-surgical patients to an average of 0.5%. Thus, in every 5,000 surgical patients, 25 will experience respiratory depression. This reports the incidence of respiratory depression among post-surgical patients to an average of 0.5. അതായത് ഈ റിപ്പോർട്ട് പ്രകാരം ഈ റെസ്പിറേറ്ററി ഡിപ്രഷൻ, പോസ്റ്റ് സർജിക്കൽ ആയിട്ട് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അത് ഏകദേശം ഒരു 0.5% ആയിട്ടാണ്. അതിനൊരു ന്യൂമറിക്കൽ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 5,000 സർജിക്കൽ പേഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 25 പേർക്കും എന്തുണ്ട്? റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉള്ളതായിട്ട് അവർ കണ്ടു. Failure to recognize respiratory depression and institute timely intervention can lead to cardiopulmonary arrest, resulting in brain injury or death. അതായത് ഫെയിലിയർ ടു റെക്കഗ്നൈസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ, നമ്മളൊരു റെസ്പിറേറ്ററി ഡിപ്രഷൻ ഒരു പേഷ്യൻറ്റിന് വന്നു, അത് നമ്മൾ ടൈംലി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഇറ്റ് മേ ലീഡ് ടു കാർഡിയോപൾമണറി അറസ്റ്റ്. അത് കാർഡിയോപൾമണറി അറസ്റ്റിലേക്ക് നീങ്ങാം. അത് എന്തിന് കേടുവരുത്താം? തലച്ചോറിന് ഇഞ്ചുറി ആകാം, മേ ബി ഡെത്ത്, മരണം വരെയും സംഭവിക്കാം. A retrospective multi-center study of 14,720 cardiopulmonary arrest cases showed that 44% were respiratory related and more than 35% occur on the general care floor. അതായത് ഒരു പഠനം, ആ പഠനം 14,720 കാർഡിയോപൾമണറി അറസ്റ്റ് കേസുകൾ പഠിച്ചപ്പോൾ അതിന് 44% അത് സംഭവിക്കാനുള്ള കാരണം എന്തായിരുന്നു? റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിരുന്നു. അതിന് 35% സംഭവിച്ചത് ജനറൽ കെയർ ഫ്ലോറിലായിരുന്നു. ഇറ്റ് ഈസ് therefore, അതുകൊണ്ട് റെക്കമെൻഡഡ് ദാറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് നൗ ഹാവിങ് കണ്ടിന്യൂസ് മോണിറ്ററിങ്. അതായത് ഈ 14,720 കേസ് പഠിച്ചതിനകത്ത് 44% റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിരുന്നു. അതിൽ 35% സംഭവിച്ചെവിടെയാണ്? ജനറൽ കെയർ ഫ്ലോറിലായതുകൊണ്ട് ഇറ്റ് ഈസ് therefore റെക്കമെൻഡഡ്. ഇനിയിപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് നൗ ഹാവ്, ഇപ്പോൾ അവർക്ക് എന്ത് കിട്ടും? കണ്ടിന്യൂസ് മോണിറ്റർ ഇൻസ്റ്റെഡ് ഓഫ് സ്പോട്ട് ചെക്സ്. ഈ ജനറൽ വാർഡിൽ കിടക്കുന്നവരെ സംബന്ധിച്ച് അവിടെ സ്പോട്ട് ചെക്സ് ആണ് നടക്കുന്നത്, കണ്ടിന്യൂസ് മോണിറ്ററിങ് ഉണ്ടാവില്ല. ഇപ്പം ഇനി എന്തുണ്ടാവും? കണ്ടിന്യൂസ് മോണിറ്ററിങ് ഉണ്ടാവും ഓഫ് ബോത്ത് ഓക്സിജനേഷൻ ആൻഡ് വെന്റിലേഷൻ. വെന്റിലേഷൻ്റെയും ഓക്സിജനേഷനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് ഉണ്ടാവും ഇൻസ്റ്റെഡ് ഓഫ് സ്പോട്ട് ചെക്സ്. ക്ലിയർ? നമുക്ക് ചോദ്യം ഒന്നും കൂടെ വായിക്കാം. ദ പർപ്പസ് ഓഫ് ദിസ് ഇമെയിൽ ഈസ് ടു. ഈ ഒരു ഇമെയിലിന്റെ പർപ്പസ്, ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്പർ 1, എ റിപ്പോർട്ട് ഓൺ എ റൈസ് ഇൻ പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻ. ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ ഇവിടെ അയക്കാനായിട്ടുള്ള കാരണം അവർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. എന്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി? ഓൺ എ റൈസ് ഇൻ പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻ. പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻസിലുണ്ടായ വർധനവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ ഇമെയിൽ അയച്ചിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻസ് ഒരു 0.5% ആണ്. ഒരു ഫിഗർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5,000 പേഷ്യൻറ്റിൽ 25 പേർക്ക് ഈ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അവരൊരു കാർഡിയോപൾമണറി അറസ്റ്റ് ഉണ്ടായ 14,720 പേഷ്യൻസിനെ പഠിച്ചതിൽ 44% പേർക്കും ഇത് റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിരുന്നു. അതിൽ 35% ജനറൽ ഫ്ലോറിലായിരുന്നു എന്നുള്ള കുറേ കണക്കുകൾ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു റേസ്, ഉയർച്ച, ഒരു ഇതിൻ്റെ ഒരു റേറ്റ് കൂടുന്നതായിട്ട് അവർ പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഇത്ര പേർക്ക് റെസ്പിറേറ്ററി ഡിപ്രഷൻ വന്നു, എന്നാൽ ഇപ്പോൾ ഇത്ര കൂടി എന്നൊരു റൈസ് അവർ പറയുന്നില്ല, അല്ലെങ്കിൽ കൂടുന്നതായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ ബി, എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ടു ചേഞ്ച് ദ പേഷ്യൻറ്റ് കെയർ. പേഷ്യൻറ്റ് കെയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി അല്ലേ നോക്കാം. ഇവിടെ ആദ്യം അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 35% കേസുകൾ സംഭവിച്ച് ജനറൽ കെയർ ഫ്ലോറിലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സ്പോട്ട് ചെക്സ് മാറ്റിയിട്ട് കണ്ടിന്യൂസ് മോണിറ്ററിങ് എന്ന് പറയുമ്പോഴത്തേന് നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ഏതായിരുന്നു? സ്പോട്ട് ചെക്ക് ആയിരുന്നു. ഇപ്പോൾ അത് കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിലേക്ക് മാറുന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് സംതിങ് ദേ ആർ ചേഞ്ചിങ് റിലേറ്റഡ് ടു ദ പേഷ്യൻറ്റ് കെയർ. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളത്
ഓൾറെഡി ആ എക്സ്ട്രാക്റ്റ് പറഞ്ഞിട്ടുണ്ട്. വി ആർ കീപ്പിംഗ് ലൈക്ക് ദ ക്വാരി. പിന്നെ നമുക്ക് സിയിലേക്ക് പോകുന്നു. റിമൈൻഡ് സ്റ്റാഫ് അബൌട്ട് പ്രൊസീജിയർ ഓഫ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഡ്രഗ്സ്. ഇവിടെ മരുന്ന് എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണമെന്ന് ഈ ഭാഗത്തെങ്ങും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് സിയും എലിമിനേറ്റ് ചെയ്യാം. സോ എയും സിയും എലിമിനേറ്റ് ചെയ്തു. ബി, എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ടു ചേഞ്ച് ഇൻ പേഷ്യൻറ്റ് കെയർ. പേഷ്യൻറ്റ് കെയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തതിനെ പറ്റി വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ഇമെയിൽ. അതവിടെ പറഞ്ഞിട്ട് വന്നു. സോ അവർ ആൻസർ ഈസ് ബി. ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. Thank you.